ഓരോ ദിവസവും ശ്വസിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പാണോ? അതോ ലോകത്തിനു മുന്നിൽ മറ്റാരോ ആയി അഭിനയിച്ചു തീർക്കുകയാണോ നിങ്ങളുടെ ജീവിതം? എവിടെയോ നമ്മുടെ യഥാർത്ഥ ജീവിതം നമുക്ക് കൈമോശം വരികയാണോ എന്നൊരു ഭയം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മരണം എന്നത് ആയുസ്സിന്റെ ഒടുവിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് ഈ നിമിഷത്തെ വേണ്ടുവോളം ആസ്വദിക്കാനും ആഘോഷിക്കാനും കഴിയാതെ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തമെന്ന് ബുദ്ധവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊരല്പനേരം ശാന്തമായിരിക്കാം. ആത്മീയമായ ആ ഉൾക്കാഴ്ചകളിലൂടെ നമ്മളെത്തന്നെ ഒന്ന് വിലയിരുത്താം. നിങ്ങളുടെ ഉള്ളിലെ കെടുപ്പുകൾ മാറ്റി പഴയ ആ സന്തോഷം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ പാഠം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹൃദയം കൊണ്ട് ഈ വാക്കുകൾ കേൾക്കാൻ ശ്രമിക്കുക. എത്ര കാലമാണ് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം നാം ഇങ്ങനെ ജീവിച്ചു തീർക്കുക? ഈ ലോകം നമുക്ക് ചുറ്റും കെട്ടിപ്പൊക്കിയ ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുമ്പോൾ യഥാർത്ഥത്തിലുള്ള നമ്മളെത്തന്നെ നാം മറന്നുപോവുകയാണ്. നാം ആരാണെന്ന് നാം തിരിച്ചറിയുന്നതിനു മുൻപേ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് സമൂഹം നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. സത്യത്തിൽ നമ്മളിൽ പലരും ശരിക്കും ജീവിക്കുകയല്ല, മറിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിക്കുകയാണ്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടിയും അവരുടെ ഇഷ്ടങ്ങൾക്കു വേണ്ടിയും നാം അണിഞ്ഞു നടക്കുന്ന മുഖംമൂടികൾ ശ്വാസം മുട്ടിക്കുമ്പോഴും അവ അഴിച്ചുമാറ്റാൻ നാം ഭയപ്പെടുന്നു. ചായം തേച്ച ഒരു കൃത്രിമ ആകാശത്തിനടിയിൽ വളർത്തപ്പെട്ട പക്ഷിയെപ്പോലെയാണ് നമ്മളിൽ പലരും. യഥാർത്ഥ ആകാശത്തിന്റെ വിസ്തൃതിയോ കാറ്റിന്റെ തലോടലോ അറിയാതെ ആ ചായം പൂശിയ ആകാശമാണ് സത്യമെന്ന് ആ പക്ഷി വിശ്വസിച്ചു പോകുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ശീലങ്ങളെ വിധിയെന്നും ജീവിക്കാനുള്ള വെറും നെട്ടോട്ടത്തെ ജീവിതമെന്നും നാം തെറ്റിദ്ധരിക്കുന്നു. സ്വന്തം ജീവിതത്തിൽ നിന്ന് നമ്മൾ തന്നെ ഇല്ലാതാകുമ്പോഴാണ് സങ്കടങ്ങൾ ആരംഭിക്കുന്നത്. ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ. വർഷങ്ങളായി നിങ്ങൾ അണിഞ്ഞു നടക്കുന്ന ആ മുഖംമൂടികളിൽ ഏതെങ്കിലും ഒന്ന് അഴിച്ചുമാറ്റുന്നതായി സങ്കൽപ്പിക്കുക. എപ്പോഴും കരുത്തനായിരിക്കണമെന്ന വാശി, എല്ലാവരെയും തൃപ്തിപ്പെടുത്തണമെന്ന നിർബന്ധം, അല്ലെങ്കിൽ എന്തിലും ഒന്നാമനാകണമെന്ന മോഹം. ആ മുഖംമൂടി മാറുമ്പോൾ അനുഭവപ്പെടുന്ന ആ തണുത്ത കാറ്റ് നിങ്ങളുടെ ആത്മാവിനെ തൊടുന്നുണ്ടോ? ആ തിരിച്ചറിവാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ വ്യാജ സ്വത്വങ്ങളാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഓർക്കുക, നിങ്ങൾ ഈ ലോകത്തിന്റെ വാർപ്പുമാതൃകകളിൽ ഒതുങ്ങാൻ ജനിച്ചവരല്ല, മറിച്ച് അവയൊക്കെ അതിജീവിച്ചു വളരേണ്ടവരാണ്. എന്ന് നിങ്ങൾ ഈ അഭിനയം നിർത്തുന്നുവോ, അന്നു മുതൽ നിങ്ങളുടെ ആത്മാവ് ശ്വസിച്ചു തുടങ്ങും. ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ സമാധാനം കെടുത്തുന്ന മറ്റൊരു വില്ലനാണ് താരതമ്യങ്ങൾ. മറ്റുള്ളവരുടെ ജീവിതത്തിലെ മിനുക്കിയെടുത്ത ചിത്രങ്ങൾ കണ്ട് നമ്മുടെ ജീവിതം മോശമാണെന്ന് നമ്മൾ വിധിയെഴുതുന്നു. പക്ഷേ ആ തിളക്കത്തിന് പിന്നിലെ ഇരുണ്ട വശങ്ങൾ നമ്മൾ അറിയുന്നില്ല. നിങ്ങൾ കൊതിക്കുന്ന മറ്റൊരാളുടെ ജീവിതം ഒരുപക്ഷെ അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു തടവറയാകാം. അതുകൊണ്ട് നിങ്ങളായിരിക്കുക. നിങ്ങളുടെ ഓരോ നിമിഷത്തെയും സ്നേഹിക്കാൻ പഠിക്കുക. ആ മാറ്റം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. ബുദ്ധവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. സ്വന്തം പാത മറന്ന് മറ്റൊരാളുടെ വഴിയിലേക്ക് കണ്ണും നട്ട് കൊതിക്കുന്ന നിമിഷം നമ്മുടെ ഉള്ളിൽ ദുഃഖത്തിന്റെ വിത്തുകൾ മുളച്ചു തുടങ്ങും. അനാവശ്യമായ താരതമ്യങ്ങൾ നിങ്ങളുടെ ജീവിതമെന്ന അത്ഭുതത്തെ കാണാൻ കഴിയാത്ത വിധം കാഴ്ചകളെ മറച്ചുകളയുകയാണ്. സത്യത്തിൽ ഓരോ മനുഷ്യന്റെയും യാത്ര തികച്ചും വ്യത്യസ്തമാണ്. അരികിലായിരിക്കുന്ന രണ്ട് മെഴുകുതിരികളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതിലൊന്ന് വലുതാകാം, മറ്റൊന്ന് ചെറുതാകാം. പക്ഷെ അവ പടർത്തുന്ന വെളിച്ചത്തിന് ഒരേ പുണ്യമാണുള്ളത്. മറ്റൊരാൾ കൂടുതൽ തിളക്കത്തോടെയോ വേഗത്തിലോ മുന്നേറുന്നു എന്നത് നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയുടെ മൂല്യം ഒട്ടും കുറയ്ക്കുന്നില്ല. ഈ പ്രപഞ്ചം നിങ്ങളെ സൃഷ്ടിച്ചത് മറ്റൊരാളുമായി അളക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ സത്യത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് ശാന്തമായി ശ്വാസമെടുത്ത് നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ ദീപത്തെ ഒന്ന് മനക്കണ്ണാൽ കാണുക. പുറത്തെ എത്ര വലിയ വെളിച്ചത്തിനും അണയ്ക്കാനാവാത്ത ആത്മപ്രകാശമാണത്. ആ പ്രകാശത്തെ തിരിച്ചറിയുക എന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ താളം. മറ്റൊരാളുമായി നിങ്ങളെത്തന്നെ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളെത്തന്നെ സംശയിക്കുക മാത്രമല്ല, പ്രപഞ്ചം നിങ്ങളെ ഏൽപ്പിച്ച ആ വലിയ നിയോഗത്തെ അവഗണിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഒന്നോർത്തു നോക്കൂ, അന്യന്റെ തിളക്കം കണ്ട് നിങ്ങൾ എവിടെയൊക്കെയാണ് സ്വയം ചെറുതാകുന്നത്? നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ എത്രയെണ്ണം സ്വന്തം ഇഷ്ടത്തിൽ നിന്നല്ലാതെ വെറും മത്സരബുദ്ധിയിൽ നിന്നും ഉണ്ടായതാണ്? ലോകത്തിനു മുന്നിൽ വിജയിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ച സ്വപ്നങ്ങൾ ഏതൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് നിങ്ങളെ തളച്ചിട്ടിരിക്കുന്ന അദൃശ്യമായ ചങ്ങലകളുള്ളത്. താരതമ്യം ചെയ്യുന്നത് നിങ്ങളുടെ സന്തോഷം മാത്രമല്ല ഇല്ലാതാക്കുന്നത്, അത് നിങ്ങളുടെ അസ്തിത്വത്തെ തന്നെ കവർന്നെടുക്കുന്നു. മറ്റൊരാളുടെ പാദമുദ്രകളെ പിന്തുടർന്ന് ഉള്ളുപൊള്ളയായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ സ്വന്തം ജീവിതത്തെ നോക്കുന്നത് എന്ന് നിങ്ങൾ നിർത്തുന്നുവോ, അന്ന് നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വ്യക്തത വരും. ലോകത്തിനു വേണ്ടിയല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ സംതൃപ്തിക്കായി നിങ്ങൾ ജീവിച്ചു തുടങ്ങും. അന്ന് നിങ്ങളുടെ ഏറ്റവും ലളിതമായ ജീവിതം പോലും വിശുദ്ധമായി തീരുന്നത് നിങ്ങൾക്ക് കാണാം. ഓർക്കുക,
നിങ്ങളിവിടെ വന്നത് ആരുമായും മത്സരിക്കാനല്ല, മറിച്ച് സ്വയം ഉണരാനാണ്. താരതമ്യം എന്ന ആ തടവറയിൽ നിന്ന് പുറത്തുവരുന്ന നിമിഷം നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിയും. നമ്മുടെ ഹൃദയത്തിൽ ഭാരമായിരിക്കുന്ന പലതും യഥാർത്ഥത്തിൽ നമ്മുടേതല്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരോ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും പഴയ മുറിവുകളും മറ്റുള്ളവരുടെ പ്രതീക്ഷകളും ചുമന്ന് നാം അറിയാതെ തന്നെ തളരുകയാണ്. ഒന്ന് നിന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ മനസ്സിന്റെ ഭാരത്തിൽ എത്രത്തോളം നിങ്ങളുടേതാണ്, എത്രത്തോളം മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്തതാണ്? എല്ലാം വിട്ട് ഒന്ന് ശാന്തമാകുമ്പോൾ ബുദ്ധചിന്തകൾ നമ്മോട് മന്ത്രിക്കുന്നതിതാണ്: നിങ്ങളെ തളർത്തുന്ന ഈ ഭാരങ്ങളെല്ലാം നിങ്ങളുടെ സ്വന്തമല്ല. വർഷങ്ങളായി നിങ്ങൾ ചുമക്കുന്ന ആ സങ്കടങ്ങൾ, ഭയങ്ങൾ, കുറ്റബോധങ്ങൾ ഇവയൊന്നും നിങ്ങളുടെ ആത്മാവിൽ നിന്നും ഉണ്ടായതാകില്ല. നിങ്ങളുടെ ഹൃദയത്തെ ഒരു പാത്രമായി കരുതുക. അതിൽ സമാധാനത്തിന്റെ തെളിനീർ നിറയ്ക്കുന്നതിനു പകരം അന്യരുടെ പ്രതീക്ഷകളും പരാതികളും കൊണ്ട് അത് നിറഞ്ഞിരിക്കുകയാണ്. കാലം കഴിയുന്തോറും ആ ഭാരം നിങ്ങളെ വല്ലാതെ തളരുന്നു. മനോഹരമായ ഒരു പുഴയുടെ തീരത്ത് നിൽക്കുന്നത് സങ്കൽപ്പിക്കുക. ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഭാരങ്ങളെ ഒന്നൊന്നായി ആ പുഴയിലേക്ക് ഒഴുക്കിവിടുക. എല്ലാവരെയും തൃപ്തിപ്പെടുത്തണമെന്ന വാശി, പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അഭിനയിക്കുന്ന രീതി, അനാവശ്യമായ കുറ്റബോധം ഇവയൊക്കെ ആ പുഴയിലേക്ക് വിട്ടുകൊടുക്കുക. ആ ഭാരങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് നോക്കി നിൽക്കുക. അപ്പോഴാണ് ആത്മാവിന്റെ യഥാർത്ഥ മോചനം നിങ്ങൾ അനുഭവിക്കുന്നത്. സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, ആരുടെ കടമാണ് നിങ്ങൾ ഇപ്പോഴും ജീവിതം കൊണ്ട് വീട്ടിക്കൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഏതു ഭാരമായിരിക്കും ഇന്ന് ഇറക്കിവെക്കുക? ആ ഭാരങ്ങൾ ഒഴിഞ്ഞുമാറിയാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എത്രത്തോളം സന്തോഷത്തിന് ഇടമുണ്ടാകും? ഈ ചിന്തകൾ നിങ്ങളെ വേദനിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളെ സ്വതന്ത്രരാക്കാനാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ചുമക്കുന്നത് എപ്പോഴും കരുണയല്ല, പലപ്പോഴും അത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ ഇല്ലാതാക്കലാണ്. നിങ്ങളെ തന്നെ തകർത്തുകൊണ്ട് ലോകത്തെ സുഖപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റിൽപ്പെട്ടു ലയുമ്പോൾ നിങ്ങളുടെ സ്വന്തം പാതയെ ബഹുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് തിരിച്ചറിയുക. നമ്മുടെ തോളിലേറ്റിയ അന്യമായ ഭാരങ്ങൾ ഓരോന്നായി ഇറക്കി വയ്ക്കുമ്പോഴാണ് ജീവിതം അതിന്റെ യഥാർത്ഥ പ്രഭയോടെ തെളിഞ്ഞു തുടങ്ങുന്നത്. മറ്റുള്ളവരുടെ സങ്കടങ്ങളും മുറിവുകളും പേറാനുള്ള വെറുമൊരു സംഭരണശാലയല്ല നമ്മുടെ ഉള്ളം, മറിച്ച് സമാധാനവും സന്തോഷവും പൂത്തുലയേണ്ട സുന്ദരമായൊരു പൂന്തോട്ടമാണത്. ഈ ഒരു തിരിച്ചറിവ് മനസ്സിന്റെ കോണിൽ എപ്പോൾ മിന്നിമറയുന്നുവോ അന്ന് നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം യാതൊരു ഭാരങ്ങളുമില്ലാതെ പ്രകാശിക്കാൻ തുടങ്ങും. പലപ്പോഴും ജീവിതം നമ്മുടെ വിരൽത്തുമ്പിലൂടെ ഒലിച്ചു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും എന്തിനോ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ജീവിതം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു നിമിഷം വരുമെന്നും അന്ന് എല്ലാം ശരിയാകുമെന്നും വിശ്വസിച്ചു കഴിയുന്നവർ. എന്നാൽ ഓർക്കുക, നമ്മൾ കൊതിക്കുന്ന ആ അത്യുഗ്രൻ നിമിഷം ഒരുപക്ഷെ ഒരിക്കലും വന്നെന്നു വരില്ല. ഒന്ന് ആഴത്തിൽ ശ്വാസമെടുത്ത് ചിന്തിച്ചു നോക്കൂ. നാളെയെന്നൊന്നില്ലെങ്കിൽ പാതിവഴിയിൽ ഉപേക്ഷിച്ച എത്രയോ സ്വപ്നങ്ങളായിരിക്കും നമ്മളോടൊപ്പം മണ്ണടിയുക. പലപ്പോഴും ജീവിതത്തിനു വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പിലാണെന്ന് നമ്മൾ സ്വയം വിശ്വസിപ്പിക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ ഭയത്തിന് നമ്മൾ നൽകുന്ന മറ്റൊരു പേരാണ് ഈ തയ്യാറെടുപ്പ്. നിങ്ങളെപ്പോൾ ഉറച്ചൊരു തീരുമാനമെടുക്കുന്നുവോ അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും ശരിയായ നിമിഷം. കാലം ആർക്കും വേണ്ടി കാത്തുനിൽക്കാറില്ല, അത് അതിന്റെ വേഗതയിൽ ഒഴുകിക്കൊണ്ടേയിരിക്കും. വിജയിച്ചവരാരും സാഹചര്യങ്ങൾ അനുകൂലമായപ്പോൾ മുന്നേറിയവരല്ല, മറിച്ച് ഉള്ളം ഭയന്നു വിറയ്ക്കുമ്പോഴും ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ ചങ്കൂറ്റം കാണിച്ചവരാണ്. മണ്ണിനടിയിലെ ഒരു വിത്ത് അനുകൂലമായ കാലാവസ്ഥ വന്നാൽ മാത്രം മുളയ്ക്കാമെന്ന് കരുതിയാൽ അത് അവിടെ കിടന്ന് അഴുകിപ്പോകുകയുള്ളൂ. നമ്മളിൽ പലരും ആ വിത്തിനെപ്പോലെയാണ്. എന്നെങ്കിലും തുടങ്ങാം എന്ന് കരുതി ജീവിതം മാറ്റിവെക്കുന്നവർ. ഓർക്കുക, അതിരുകടന്ന ഈ കാത്തിരിപ്പ് ഒരുതരം ആത്മഹത്യയാണ്. മഞ്ഞുമൂടിയ പാതയിലൂടെ നടക്കുമ്പോൾ ദൂരെയുള്ള ലക്ഷ്യം ഒരുപക്ഷെ തെളിഞ്ഞു കാണില്ലായിരിക്കും. എന്നാൽ നിങ്ങൾ ധൈര്യപൂർവ്വം ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ തൊട്ടടുത്ത ദൂരം തെളിഞ്ഞുവരും. ചലിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് പുതിയ വഴികൾ രൂപപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, ഏത് സ്വപ്നത്തെയാണ് നിങ്ങൾ വെറുതെ പാതിവഴിയിൽ ഉപേക്ഷിച്ചത്? ഏതു പേടിയെയാണ് നിങ്ങൾ പ്ലാനിംഗ് എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്നത്? എല്ലാം തികഞ്ഞ ഒരവസ്ഥയ്ക്കായി കാത്തുനിന്നാൽ നിങ്ങളുടെ ജീവിതം ആ നിൽപ്പിൽ തന്നെ അവസാനിച്ചു പോകും. ഉണർവ് എന്നത് തനിയെ സംഭവിക്കുന്നതല്ല, അതൊരു തീരുമാനമാണ്. നിങ്ങൾ ആദ്യത്തെ ചുവട് വയ്ക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് വഴികാട്ടിയായി കൂടെയുണ്ടാകും. സാഹചര്യങ്ങൾ മാറുമ്പോൾ തുടങ്ങാമെന്നല്ല, നിങ്ങൾ തുടങ്ങുമ്പോൾ സാഹചര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ധൈര്യം ഈ നിമിഷം തന്നെ വീണ്ടെടുക്കുക. അമിതമായ ചിന്തകൾ നിങ്ങളുടെ സമാധാനം കെടുത്താൻ അനുവദിക്കരുത്. സ്വയം സുരക്ഷിതനാണെന്ന് മനസ്സിനെ ബോധിപ്പിക്കാൻ നമ്മൾ തന്നെ ഒരുക്കുന്ന കെണിയാണ് ഈ ഓവർ തിങ്കിങ്. തെളിഞ്ഞ വെള്ളമുള്ളൊരു കുളത്തിലേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും കൈയിട്ട് ഇളക്കുന്നത് പോലെയാണത്. അവിടെ വെള്ളത്തിനല്ല പ്രശ്നം, അത് കലക്കുന്ന നിങ്ങളുടെ ശീലത്തിനാണ്. ഒന്ന് ദീർഘമായി ശ്വസിക്കൂ. കണ്ണുകളടച്ച് ആ നീലാകാശത്തിൽ ലക്ഷ്യബോധമില്ലാതെ ഒഴുകി നടക്കുന്ന വെളുത്ത മേഘങ്ങളെ ഒന്ന് സങ്കല്പിക്കൂ. നിങ്ങളുടെ ഓരോ ചിന്തയും ആ മേഘങ്ങളെപ്പോലെയാണെന്ന് കരുതുക.
അവയെ തടഞ്ഞു നിർത്താനോ പിടിച്ചുവെക്കാനോ ശ്രമിക്കാതെ വെറുതെ അങ്ങ് വിട്ടേക്കൂ. യഥാർത്ഥ സ്വാതന്ത്ര്യമെന്നത് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതിലല്ല, മറിച്ച് ചിലതിനെയൊക്കെ അതിന്റെ വഴിക്ക് വിട്ടുകൊടുക്കുന്നതിലാണ്. മനസ്സിനെ ബലം പ്രയോഗിച്ച് നിശബ്ദമാക്കുന്നതല്ല ശാന്തത, മറിച്ച് ആ ചിന്തകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അല്പം ഇടം നൽകുന്നതാണ്. മുറുക്കി പിടിച്ചിരിക്കുന്ന ആ പിടി ഒന്ന് അയച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളം താനേ ശാന്തമാകുന്നത് നിങ്ങൾക്കറിയാം. ഒന്ന് ആഴത്തിൽ ആലോചിച്ചു നോക്കൂ. എങ്ങനെയുള്ള ചിന്താരീതികളാണ് നിങ്ങളുടെ സമാധാനം ഏറ്റവും കൂടുതൽ കവർന്നെടുക്കുന്നത്? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വേദനകളിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, എത്രത്തോളം നമ്മുടെ വെറും ഭാവനകളാണ്? ഒരു നിമിഷം നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും നിശബ്ദമായാൽ അത് നൽകുന്ന അനുഭൂതി എത്രത്തോളം മനോഹരമായിരിക്കും. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഈ ചോദ്യങ്ങൾ, മറിച്ച് നിങ്ങൾ തന്നെ മറന്നുപോയ ഒരു വലിയ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നുതരാനാണ്. ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുള്ളത്. നിങ്ങളുടെ മനസ്സ് ഒരു ഉപകരണമായിരിക്കണം, അല്ലാതെ നിങ്ങളെ ഭരിക്കുന്ന ഒരു യജമാനനാകരുത്. ചിന്തകൾ നമ്മുടെ ബോധത്തേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം ഒരു വലിയ ഭാരമായി തോന്നിത്തുടങ്ങും. ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെ ഓർത്തുള്ള ഭയവും, കഴിഞ്ഞുപോയ കാലത്തിന്റെ കൈപ്പേറിയ ഓർമ്മകളും, ഇല്ലാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തത്രപ്പാടും നമ്മളെ ശാരീരികമായും മാനസികമായും തളർത്തുകയാണ്. സത്യത്തിൽ നിങ്ങൾ പേറേണ്ടതില്ലാത്ത അനാവശ്യ ഭാരങ്ങളാണിവ. കലങ്ങിമറിഞ്ഞ ഒരു കുളത്തിലെ വെള്ളം പോലെയാണത്. അതിനെ ഇളക്കുന്നത് നിർത്തിയാൽ അത് താനേ തെളിഞ്ഞുവരും, ആകാശം അതിൽ പ്രതിഫലിക്കും. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശബ്ദം നിങ്ങൾ കേട്ടുതുടങ്ങുന്നത്. ഓർത്തുവെക്കുക, സമാധാനമുള്ള ഒരു മനസ്സിന് മാത്രമേ ജീവിതത്തെ അതിന്റെ പൂർണ്ണതയിൽ കാണാൻ കഴിയൂ. അവിടെ നിഴലുകളോ ഭയത്തിന്റെ കൊടുങ്കാറ്റുകളോ ഉണ്ടാകില്ല. പലപ്പോഴും നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നത് പുറംലോകമല്ല, മറിച്ച് നമ്മൾ ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്ന നമ്മുടെ പഴയ സ്വത്വമാണ്. ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചു വെച്ചിരിക്കുന്ന ആ രൂപമാണോ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാറ്റങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നത്? ചില വിശ്വാസങ്ങൾ നമുക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ടാകാം, പക്ഷെ കാലക്രമേണ അതൊരു തടവറയായി മാറുന്നുണ്ടോ എന്ന് നാം തിരിച്ചറിയണം. ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സ് ഒരേ കഥ തന്നെ ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്തിനൊക്കെയാണ് നിങ്ങൾക്ക് അർഹതയുള്ളത് എന്നിങ്ങനെ. എന്നാൽ നിങ്ങളെപ്പറ്റിയുള്ള ഈ ധാരണകൾ പലതും നിങ്ങൾ പോലും അറിയാതെ മറ്റാരൊക്കെയോ രൂപപ്പെടുത്തിയെടുത്തവയാണ്. പഴയ ചർമ്മം പൊഴിക്കാൻ കഴിയാത്ത ഒരു പാമ്പ് അതിനുള്ളിൽ ശ്വാസം മുട്ടുന്നതുപോലെയാണിത്. ഉയരങ്ങളിലേക്ക് കുതിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ പഴയ തോട് അതിനെ തടഞ്ഞു നിർത്തുന്നു. നമ്മുടെ ആത്മാവും അങ്ങനെ തന്നെയാണ്. പഴയ ശീലങ്ങളെയും ധാരണകളെയും ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് നമ്മുടെ വളർച്ചയെ ശ്വാസം മുട്ടിക്കും. കണ്ണുകളടച്ച് ഒന്നുകൂടി സങ്കല്പിക്കുക. മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ നടന്നിരുന്ന, എപ്പോഴും ഒതുങ്ങിക്കൂടിയിരുന്ന, സ്വന്തം കഴിവിനെ പുറത്തെടുക്കാൻ ഭയപ്പെട്ടിരുന്ന ആ പഴയ നിങ്ങൾ ഒരു കരിയില പോലെ കൊഴിഞ്ഞു പോവുകയാണ്. അതൊരു നാശമല്ല, മറിച്ച് ഒരു പുനർജന്മമാണ്. ഭയം കാരണം നിങ്ങൾ ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്ന ആ പഴയ കുപ്പായം ഏതാണ്? നിങ്ങളുടെ മനസ്സിന് ശ്വസിക്കാൻ ഇടം നൽകാത്ത ആ പഴയ കഥകൾ ഇനി നമുക്ക് വേണ്ടെന്ന് വെക്കാം. ഓർക്കുക, നിങ്ങളുടെ പഴയ സ്വത്വം നിങ്ങളുടെ അന്തിമ സത്യമല്ല. അത് കേവലം ഒരു പാഠം മാത്രമാണ്. അത് താമസിക്കാനുള്ള ഒരിടമല്ല, മറിച്ച് പഠിച്ചു മുന്നേറാനുള്ള ഒരു ഘട്ടം മാത്രമാണ്. പഴഞ്ചൻ കഥകളിൽ തൂങ്ങി നിൽക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത അത്രയും മനോഹരമായി നിങ്ങളുടെ ജീവിതം വിടർന്നു തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ജീവിതമെന്നത് നമ്മളെ തന്നെ മറ്റൊന്നായി മാറ്റിയെടുക്കലല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ വെളിച്ചത്തെ മറച്ചുപിടിച്ചിരിക്കുന്ന ആ പഴയ ചങ്ങലകളിൽ നിന്ന് സ്വയം മോചിപ്പിക്കലാണ്. അതിജീവനത്തിനായി മാത്രം നിങ്ങൾ ഇത്രകാലം കെട്ടിപ്പടുത്ത ആ പഴയ സ്വത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ആകാശങ്ങളിലേക്ക് ചിറകടിച്ചുയരാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെ തളച്ചിടുന്ന ആ വേഷപ്പകർച്ചകൾ വഴിയിൽ ഉപേക്ഷിക്കൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ യഥാർത്ഥ അസ്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് നടന്നു കയറാൻ സാധിക്കൂ. സമാധാനം തേടിയുള്ള നമ്മുടെ യാത്രകൾ പലപ്പോഴും ചെന്നെത്തുന്നത് പ്രതീക്ഷകളാകുന്ന മറ്റൊരു തടവറയിലേക്കാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ പല നോവുകളും ഉണ്ടാകുന്നത് ജീവിതം നമുക്ക് നൽകുന്നതുകൊണ്ടല്ല, മറിച്ച് ജീവിതം ഇങ്ങനെ തന്നെയാകണം എന്ന് നമ്മൾ മുൻകൂട്ടി എഴുതിവെച്ച തിരക്കഥകളിൽ നിന്നാണ്. ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ. സ്വയം നിശ്ചയിച്ച സമയപരിധികളും പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള വാശിയും എത്രത്തോളം നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ബുദ്ധവചനങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ സങ്കടങ്ങളുടെ യഥാർത്ഥ ഉറവിടം അമിതമായ പ്രതീക്ഷകളാണ്. കാരണം അത് നമ്മെ ഒരിക്കലും വരാത്തൊരു ഭാവിയിൽ തളച്ചിടുന്നു. നിങ്ങളുടെ കൈകളിൽ മുറുക്കെ കെട്ടിയിരിക്കുന്ന ഒരു കയർ സങ്കൽപ്പിക്കുക. ജീവിതം നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ചലിക്കാൻ വേണ്ടി ആ കയറിൽ നിങ്ങൾ എത്രത്തോളം ബലം പ്രയോഗിക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ അത് നിങ്ങളുടെ കൈകളിൽ മുറിവേൽപ്പിക്കും. ഇവിടെ വേദനിപ്പിക്കുന്നത് ആ കയറല്ല, മറിച്ച് അതിൽ നിങ്ങൾ നൽകുന്ന ആ പിടുത്തമാണ്. ആ പിടിയൊന്ന് അയച്ചു നോക്കൂ. ആ നിമിഷം തന്നെ വേദന കുറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾക്കറിയാം. ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വർണ്ണപ്രകാശം നിറയുന്നത് ഒന്ന് സങ്കൽപ്പിക്കുക. ഓരോ ശ്വാസത്തിലും ഞാൻ ഇങ്ങനെയാകണം, മറ്റുള്ളവർ എന്നോട് ഇങ്ങനെ പെരുമാറണം, ജീവിതം ഈ വഴിക്ക് മാത്രമേ നീങ്ങാവൂ എന്നിങ്ങനെയുള്ള സകല വാശികളും ആ പ്രകാശത്തിൽ അലിഞ്ഞില്ലാതാകട്ടെ. ഇപ്പോൾ അവിടെ ശൂന്യതയല്ല,
മറിച്ച് അതിരുകളില്ലാത്ത വലിയൊരു സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. ആരുടെ പ്രതീക്ഷകളാണ് നിങ്ങളെ തളച്ചിടുന്നത്? എന്തിനെയാണ് നിങ്ങൾ ഇത്രയും ഭയത്തോടെ മുറുകെ പിടിക്കുന്നത്? പേടിയല്ല, മറിച്ച് വിശ്വാസമാണ് നിങ്ങളുടെ വഴികാട്ടിയെങ്കിൽ ആ ജീവിതം എത്ര സുന്ദരമായിരിക്കും. നിയന്ത്രണങ്ങൾ എന്നത് വെറുമൊരു മിഥ്യ മാത്രമാണ്. എല്ലാം എന്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന് വാശി പിടിക്കുന്തോറും നിങ്ങൾ കൂടുതൽ ദുർബലരാകും. എന്നാൽ ഈ പിടിവാശികൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ലക്ഷ്യബോധമില്ലാത്തവരാകുകയല്ല, മറിച്ച് കൂടുതൽ തെളിച്ചമുള്ളവരാകുകയാണ് ചെയ്യുന്നത്. ജീവിതം അതിന്റെ സ്വാഭാവികമായ ഒഴുക്കിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്താനും സഹായിക്കാനും ഒരവസരം നൽകൂ. സമാധാനം എന്നത് കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുമ്പോൾ ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് കാര്യങ്ങൾ എങ്ങനെ നടന്നാലും അതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ അനുഭവപ്പെടുന്ന ഒന്നാണ്. മറ്റൊരു പ്രധാന കാര്യം നിങ്ങളുടെ സങ്കടങ്ങളോടുള്ള ഈ അന്ധമായ കൂറ് അവസാനിപ്പിക്കുക എന്നതാണ്. സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും പലപ്പോഴും തങ്ങൾക്ക് പരിചിതമായ ആ പഴയ വേദനകളിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ദൗർബല്യമല്ല, മറിച്ച് മാറ്റത്തോടുള്ള ഭയമാണ്. വേദനയാണെങ്കിലും അത് നമുക്ക് പരിചിതമാണ്. എന്നാൽ സ്വാതന്ത്ര്യമെന്നത് പലപ്പോഴും നമുക്ക് അന്യമായ ഒന്നാണ്. വർഷങ്ങളോളം ഒരു ചെറിയ ഇരുട്ടുമുറിയിൽ കഴിഞ്ഞ ഒരാൾക്ക് ആ മുറിയുടെ നിഴലുകളും ചുവരുകളും പോലും പ്രിയപ്പെട്ടതായി തോന്നും. ആ മുറിയുടെ വാതിൽ തുറന്നുകൊടുത്താലും അയാൾ പുറത്തെ വിശാലമായ ലോകത്തേക്കിറങ്ങാൻ ഭയപ്പെടും. കാരണം ആ തടവറ അയാൾക്ക് അത്രമേൽ പരിചിതമാണ്. സന്തോഷമായിരിക്കാനും സമാധാനം കണ്ടെത്താനും എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു പേടി തോന്നിയിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നാമെങ്കിലും അറിയാതെയാണെങ്കിലും നമ്മളിൽ പലരും ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നുപോകുന്നുണ്ട്. ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മടിച്ച് ഒരേ വട്ടത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ പഴയ വേദനകളെ മുറുകെ പിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സങ്കടങ്ങളാണ് നമ്മളെ അടയാളപ്പെടുത്തുന്നത് എന്ന് വിശ്വസിച്ചു തുടങ്ങുമ്പോൾ ആ വേദനകൾ പോലും നമുക്കൊരു ശീലമായി മാറുമെന്ന് ബുദ്ധവചനങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിചിതമായ ആ പഴയ നോവുകളെ വിട്ടുപിരിയാൻ കഴിയാത്തതുകൊണ്ടാണ് മുന്നിലുള്ള പുതിയ ലോകം നമുക്ക് അപരിചിതമായി തോന്നുന്നത്. ഉള്ളിലെ നിശബ്ദതയെ നേരിടാനുള്ള ഭയം കൊണ്ട് ഒരേ പഴയ കഥകൾ തന്നെ നമ്മൾ ഉള്ളിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിനപ്പുറം മനോഹരമായൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കാൻ മടിക്കുന്നതുകൊണ്ടാണ് തളർത്തുന്ന സാഹചര്യങ്ങളിൽ തന്നെ നമ്മൾ തളച്ചിടപ്പെടുന്നത്. എന്നാൽ ഈ സങ്കടങ്ങൾ നിങ്ങളുടെ സ്വത്വമല്ല, മറിച്ച് നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ഒരു തടവറയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ ഉണരാൻ തുടങ്ങും. പഴയ മുറിവുകളെ താലോലിച്ചല്ല നിങ്ങൾ സുഖപ്പെടേണ്ടത്, മറിച്ച് അവയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സ്ഥാനമില്ലെന്ന് ഉറപ്പിച്ചു തീരുമാനിക്കുന്നിടത്താണ് പുതിയൊരു മാറ്റം ജനിക്കുന്നത്. ഭയത്തിനു പകരം ആകാംക്ഷയെയും കൈപ്പുള്ള ഓർമ്മകൾക്കു പകരം വർത്തമാനകാലത്തെയും നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ തടവറയുടെ വാതിലുകൾ താനേ തുറക്കപ്പെടും. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, കടന്നുപോയ വേദനകളോട് നിങ്ങൾ ഒന്നും തന്നെ കടപ്പെട്ടിട്ടില്ല. എന്നാൽ വരാനിരിക്കുന്ന നിങ്ങളുടെ സുന്ദരമായ ഭാവിയോട് നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ വെറുതെ ജീവിക്കുകയാണോ അതോ ജീവിതം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിച്ചറിയുകയാണോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദിവസങ്ങൾ ഒരു യന്ത്രം പോലെ കടന്നുപോകുന്നു, പക്ഷേ ഉള്ളിൽ ഒരിടത്തും ഒരു വളർച്ചയും അനുഭവപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ജീവിക്കുകയാണോ? വെറുതെ ശ്വസിക്കുന്നതും ശരിക്കും ഉണർന്നിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഉത്തരവാദിത്തങ്ങൾക്കും ശീലങ്ങൾക്കും പിന്നാലെ പായുമ്പോൾ സ്വന്തം ആത്മാവിന്റെ താളം തിരിച്ചറിയാൻ നമ്മൾ മറന്നുപോകുന്നു. വെറുതെ നിലനിൽക്കുക എന്നത് ശരീരത്തിന്റെ ധർമ്മം മാത്രമാണ്. എന്നാൽ ഓരോ നിമിഷവും അറിഞ്ഞു ജീവിക്കുക എന്നത് മനസ്സിന്റെ തിരഞ്ഞെടുപ്പാണ്. ഓരോ വർഷവും വളർന്നു പന്തലിക്കുന്ന ഒരു മരത്തെ സങ്കല്പിച്ചു നോക്കൂ. പക്ഷേ അതിലൊരിക്കലും പൂക്കൾ വിരിയുന്നില്ല. അതിജീവിക്കുന്നുണ്ടെങ്കിലും എന്തിനു വേണ്ടിയാണോ ആ മരം നിലകൊള്ളുന്നത്, ആ വസന്തം ലോകത്തിന് നൽകാൻ അതിന് കഴിയുന്നില്ല. നമ്മളിൽ പലരും ഇങ്ങനെയാണ്. പ്രായം കൂടുന്നുണ്ട്, തിരക്കുകൾ കൂടുന്നുണ്ട്, പക്ഷെ ഉള്ളിലെ ആ പൂക്കൾ മാത്രം വിരിയുന്നില്ല. വെറുതെ ശ്വസിക്കുന്നതുകൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണമായി ജീവിക്കുന്നു എന്ന് പറയാനാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായി തന്നെ ഇരുന്ന ഒരു നിമിഷം ഒന്ന് ഓർത്തു നോക്കൂ. അന്ന് നിങ്ങളെ ഇത്രയധികം ഊർജ്ജസ്വലനാക്കിയത് എന്തായിരുന്നു? അന്ന് നിങ്ങൾ മുറുകെ പിടിച്ച ആ സത്യം ഇന്ന് എവിടെയാണ് കൈമോശം വന്നത്? അതൊരു യാദൃച്ഛികതയല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്. നമ്മളിൽ നിന്ന് തന്നെ അകലുമ്പോഴാണ് ജീവിതം ഒരു ഭാരമായി മാറുന്നത്. നിലനിൽക്കുക എന്നാൽ ഇന്നലകളെ ആവർത്തിക്കുക എന്നാണ്. എന്നാൽ ജീവിക്കുക എന്നാൽ ഓരോ ദിവസത്തെയും പുതുമയോടെ സ്വീകരിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ മനസ്സ് എവിടെയാണ് ഉറങ്ങിക്കിടക്കുന്നത് എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. ഏത് കാര്യങ്ങളാണ് നിങ്ങളെ തളർത്തുന്നത്? ഏത് ചെറിയ നിമിഷമാണ് നിങ്ങളെ ആത്മാർത്ഥമായി സന്തോഷിപ്പിക്കുന്നത്? ജീവിതം മൊത്തമായി മാറ്റിയാലേ മാറ്റം വരൂ എന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങളെടുക്കുന്ന ഓരോ ശ്വാസത്തിലും ബോധപൂർവമായ ഓരോ ചെറിയ തീരുമാനത്തിലും പുതിയൊരു ജീവിതം ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്നു തന്നെ നിങ്ങൾ വിരിയാൻ തീരുമാനിക്കുക. ആ മാറ്റം പെട്ടെന്ന് പൂർണ്ണമാകണമെന്നില്ല, പക്ഷേ അതിന്റെ തുടക്കം സത്യസന്ധമായിരിക്കണം. മറ്റാരൊക്കെയോ പറഞ്ഞു തന്ന സ്വപ്നങ്ങൾക്ക് പുറകെ ഓടുന്നത് നമുക്കിനി അവസാനിപ്പിക്കാം. കുടുംബമോ സുഹൃത്തുക്കളോ സമൂഹമോ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ച വേഷങ്ങൾ കെട്ടിനടക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഉള്ളിൽ ഒരു തരം അസ്വസ്ഥത പുകയുന്നത്. നിങ്ങളുടെ ഈ അതൃപ്തിയുടെ കാരണം
ഒരുപക്ഷെ മറ്റൊരാളുടെ സ്വപ്നങ്ങളെ നിങ്ങളുടെ ആത്മാവ് നിരസിക്കുന്നതുകൊണ്ടാവാം. നിങ്ങളുടേതല്ലാത്ത ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ എപ്പോഴും ഒരു ഭാരം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എത്ര പരിശ്രമിച്ചാലും മറ്റൊരാളുടെ ലക്ഷ്യത്തെ നിങ്ങളുടെ വിധിയാക്കി മാറ്റാൻ കഴിയില്ല. കാൽപാദങ്ങളിൽ ആഴ്ന്നിറങ്ങുന്ന വേദനയോടെ പാകമല്ലാത്ത ഒരു ജോഡി ചെരിപ്പുകൾ ധരിച്ച് ദൂരെ എങ്ങോ നടന്നു നീങ്ങുന്ന ഒരാളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓരോ ചുവടിലും ആ വേദന അയാളെ തളർത്തുന്നുണ്ട്. ആ നടത്തത്തിലാകെ ഒരു അസ്വാഭാവികത നിഴലിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്രയും വേദന സഹിച്ചും ഈ യാത്ര തുടരുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അയാൾ പറയും, ഇത് എനിക്ക് പ്രിയപ്പെട്ട ആരോ സമ്മാനിച്ചതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് ധരിച്ചിരിക്കുന്നത് എന്ന്. നമ്മുടെ ജീവിതവും പലപ്പോഴും ഇതുപോലെ തന്നെയാണ്. മറ്റാരൊക്കെയോ വരച്ചുവെച്ച പാതകളിലൂടെ മനസ്സിനൊട്ടും ഇണങ്ങാത്ത ആഗ്രഹങ്ങളും പേറി നമ്മൾ ശ്വാസം മുട്ടി മുന്നോട്ട് നീങ്ങുന്നു. അതിശയകരമെന്ന് പറയട്ടെ, ഉള്ളിൽ നീറുന്ന ഈ വേദനയെയാണ് പലപ്പോഴും ഉത്തരവാദിത്തം എന്നും ജീവിതം എന്നുമൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. ബുദ്ധചിന്തകൾ പങ്കുവയ്ക്കുന്ന ലളിതമായ ഒരു സത്യമുണ്ട്. നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കാൻ തുടങ്ങുന്നിടത്താണ് ജീവിതത്തിലെ ദുരിതങ്ങൾ ആരംഭിക്കുന്നത്. ഒന്ന് കണ്ണടച്ചാലോചിച്ചു നോക്കൂ. ആ ഇടുങ്ങിയ ചെരുപ്പുകൾ ഊരിമാറ്റി നിങ്ങൾ സ്വതന്ത്രനാകുന്ന ആ നിമിഷത്തെക്കുറിച്ച്, കാലുകളിലേക്ക് തിരികെ എത്തുന്ന ആ വലിയ ആശ്വാസവും സമാധാനവും ഒന്ന് അനുഭവിച്ചു നോക്കൂ. ആരും നടന്നു തേയാത്ത പട്ടുപോലെയുള്ള മണ്ണിലൂടെ നഗ്നപാതനായി നിങ്ങൾ നടന്നു തുടങ്ങുന്നത് സങ്കല്പിച്ചു നോക്കൂ. അന്യരുടെ പ്രതീക്ഷകളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കാതെ സ്വന്തം ഹൃദയതാളത്തിനനുസരിച്ച് ജീവിക്കുക എന്നത് ഇത്തരമൊരു അനുഭവമാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞ് ഇന്നൊന്ന് ചോദിക്കണം, സത്യത്തിൽ എന്റേതല്ലാത്ത ആഗ്രഹമേതാണ്? ആരുടെയോ നിർബന്ധത്തിനോ പാരമ്പര്യത്തിന്റെ പേരിലോ ഞാൻ ചുമലിലേറ്റുന്ന ഭാരങ്ങൾ ഏതാണ് എന്ന്. നിങ്ങൾ എത്ര തന്നെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നിങ്ങളെ മാടി വിളിക്കുന്ന ആ സ്വപ്നം ഏതാണ്? ഈ ചോദ്യങ്ങളിലേക്കുള്ള ഓരോ യാത്രയും നിങ്ങളുടെ യഥാർത്ഥ സ്വത്വത്തിലേക്കുള്ള ദിശാസൂചനയാണ്. മറ്റുള്ളവർ പഠിപ്പിച്ചു തന്ന ജീവിതരീതികൾ ഉപേക്ഷിക്കുന്നത് ഒരിക്കലും ഒരു പരാജയമല്ല, മറിച്ച് അതൊരു വലിയ തിരിച്ചറിവാണ്. ലോകത്തിനു മുന്നിൽ കെട്ടിയാടുന്ന വേഷങ്ങൾ അഴിച്ചുവെച്ച് നിങ്ങളുടെ യഥാർത്ഥ നിറങ്ങളിൽ ജീവിക്കാൻ തുടങ്ങുന്ന സുന്ദരമായ നിമിഷമാണത്. നിങ്ങളുടെ ആത്മാവിന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായ നിശ്ചയമുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ പേറി നടക്കുമ്പോൾ അതിന് ചിറകു വിടർത്താൻ കഴിയില്ല. ആ ഭാരങ്ങൾ ഇറക്കി വെക്കുമ്പോൾ നിങ്ങൾ വഴിതെറ്റിപ്പോകുകയല്ല, പകരം സ്വന്തം വഴി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ലോകം നിങ്ങളെ ഏൽപ്പിച്ച വഴിയല്ല, നിങ്ങൾക്കായി കാത്തിരിക്കുന്ന പാത തിരഞ്ഞെടുക്കുന്ന നിമിഷം മുതൽ ജീവിതം ലളിതമായി തുടങ്ങും. ഈ ചിന്തകളോട് നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എന്തു പറയണമെന്നറിയില്ലെങ്കിൽ ഞാൻ എന്നിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന് നമുക്ക് പരസ്യം പങ്കുവയ്ക്കാം. ഓരോ ദിവസവും എങ്ങനെയൊക്കെയോ സഹിച്ചും പിടിച്ചുനിന്നും തള്ളിനീക്കുന്നതിനു പകരം ഒട്ടും മടുപ്പിക്കാത്ത, ഒരിക്കലും രക്ഷപ്പെടാൻ തോന്നിപ്പിക്കാത്ത ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആലോചിച്ചു നോക്കൂ, ജോലിയിൽ നിന്നോ തിരക്കുകളിൽ നിന്നോ ലഭിക്കുന്ന ആ ചെറിയ വിശ്രമവേളകൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏക സന്തോഷമെങ്കിൽ ആ ജീവിതം സത്യത്തിൽ നിങ്ങളുടേതാണോ? സമാധാനം എന്നത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് വേദനയില്ലാത്ത ഒരു സാഹചര്യം നാം തന്നെ സൃഷ്ടിച്ചെടുക്കലാണ്. താഴ്വരയിലൂടെ തടസ്സങ്ങളില്ലാതെ ഒഴുകുന്ന ഒരു പുഴയെപ്പോലെയാകണം നമ്മുടെ ജീവിതം. ആ വഴി എളുപ്പമായതുകൊണ്ടല്ല അത് സുഗമമായി ഒഴുകുന്നത്, മറിച്ച് അത് അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഒഴുകുന്നതുകൊണ്ടാണ്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ തിടുക്കമില്ലാതെ ശ്വസിക്കുന്ന, ഒന്നിനെയും നിർബന്ധിക്കാത്ത നിങ്ങളെ ഒന്ന് സങ്കല്പിക്കൂ. ഇതൊരു വെറും സങ്കല്പമല്ല, നിങ്ങളുടെ ആത്മാവ് നിശബ്ദമായി ആഗ്രഹിക്കുന്ന മാറ്റമാണ്. നിങ്ങളുടെ ദിനചര്യയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് എന്താണെന്ന് ഒന്ന് വിശകലനം ചെയ്യൂ. ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രതീക്ഷകളോട് നോ എന്ന് പറയേണ്ടി വന്നേക്കാം. പക്ഷെ അപ്പോഴും സ്വന്തം ആത്മാവിനെ തോൽപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയണം. ജീവിതമെന്നത് വെറുതെ സഹിച്ചു തീർക്കാനുള്ളതല്ല, മറിച്ച് ബോധപൂർവം ആസ്വദിക്കേണ്ട ഒന്നാണ്. നിങ്ങളുടെ ജീവിതം വിശ്രമിക്കാനുള്ള ഒരു കൂട്ടിലല്ല, മറിച്ചത് സ്വതന്ത്രമായി ഒഴുകേണ്ട ഒരു പുഴയാണ്. ലോകത്തിന്റെ ബഹളങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കുന്നതിനു മുൻപേ നിങ്ങളിലേക്ക് തന്നെ മടങ്ങുക. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം സമയമല്ല, മറിച്ച് ആ സമയത്തിനുള്ളിൽ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്നതാണ്. മറ്റുള്ളവർക്കു വേണ്ടി മെഴുകുതിരി പോലെ ഉരുകിത്തീരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം അണഞ്ഞുപോകുന്നില്ല, മറിച്ച് അതിന്റെ ഊർജം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു മൺവിളക്ക് തെളിയുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ കുഞ്ഞുനാളം പകരുന്നത് വെറുമൊരു പ്രകാശമല്ല, അത് നിങ്ങളുടെ ഹൃദയത്തെയും ശരീരത്തെയും മൃദുവായി തലോടി ഉണർത്തുന്ന സ്നേഹത്തിന്റെ തലോടലാണ്. ഒത്തിരി കാലമായി ഇരുട്ടുമൂടിക്കിടന്ന നിങ്ങളുടെ മനസ്സിന്റെ ഓരോ കോണിലും ആ വെളിച്ചം പടരുന്നത് കാണുന്നില്ലേ? ഇതൊരു വെറും സങ്കല്പമല്ല കേട്ടോ, മറിച്ച് നിങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോകാനുള്ള ഒരു മനോഹരമായ യാത്രയുടെ തുടക്കമാണ്. ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് നിങ്ങളുടെ ആത്മാവ് പതുക്കെ മന്ത്രിക്കുന്ന ധന്യമായ നിമിഷം. ശാന്തമായി ഒന്ന് ആലോചിച്ചു നോക്കൂ. എപ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു തുടങ്ങിയത്? നിങ്ങളുടെ ഉള്ളിലെ ഏത് ഭാഗമാണ് ഇപ്പോൾ നിങ്ങളെ തിരികെ വിളിക്കുന്നത്? ലോകത്തിന്റെ ഈ ബഹളങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങുന്നതിനു മുൻപ് നഷ്ടപ്പെട്ടുപോയ നിങ്ങളുടെ ആ പഴയ സ്വത്തുമൊന്ന് തിരികെ പിടിക്കണ്ടേ? ഈ ചോദ്യങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന സത്യങ്ങളെ ഒന്ന് തൊട്ടുണർത്താനാണ്. ലോകത്തിന് നിങ്ങളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല,
അതിന് നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കാതിരുന്നാൽ മാത്രം മതി. സ്വന്തം സമാധാനത്തിന്റെയും പ്രാണന്റെയും ഏക കാവൽക്കാരൻ നിങ്ങൾ മാത്രമാണ്. മറ്റുള്ളവരുടെ പ്രതീക്ഷകളിലേക്കും അവരുടെ ജീവിതത്തോടുള്ള താരതമ്യങ്ങളിലേക്കും നിങ്ങൾ കണ്ണുനടുമ്പോൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ തെളിച്ചം മങ്ങാൻ തുടങ്ങും. എന്നാൽ എന്നാണോ നിങ്ങൾ സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുന്നത്, അന്നു മുതൽ ആ പ്രകാശം പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരും. ആരെയും ബോധ്യപ്പെടുത്താനില്ലാത്ത, നിങ്ങളോട് തന്നെ നീതി പുലർത്തുന്ന ഒരു ജീവിതം ഭാവനയിൽ കണ്ടുനോക്കൂ. അപ്പോൾ ജീവിതത്തിന് അർത്ഥം തേടി നിങ്ങൾക്ക് ഒരിടത്തും അലയേണ്ടി വരില്ല. കാരണം നിങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷവും അത്രമേൽ അർത്ഥവത്തായിരിക്കും. ലോകം നിങ്ങളെ മറ്റൊരാളായി മാറ്റിയെടുക്കുന്നതിനു മുൻപ് നിങ്ങളാരാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ മടങ്ങുക. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. മറ്റാരോ വരച്ചു ചേർത്ത വഴികളിലൂടെ കണ്ണും പൂട്ടി നടക്കുന്നത് ഇനി നമുക്ക് അവസാനിപ്പിക്കാം. സമൂഹവും കുടുംബവും നമ്മുടെ ഉള്ളിലെ ഭയവുമൊക്കെ ചേർന്ന് എഴുതിത്തന്ന ആ പഴയ തിരക്കഥകൾ മാറ്റിയെഴുതാൻ സമയമായിരിക്കുന്നു. ബുദ്ധവചനങ്ങൾ ഓർമ്മിപ്പിക്കുന്നതുപോലെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അനാവശ്യ വേഷങ്ങൾ അഴിച്ചുമാറ്റുമ്പോഴാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. താരതമ്യം എന്ന തടവറയിൽ നിന്ന് പുറത്തുകടക്കൂ. കാരണം അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ലക്ഷ്യബോധത്തെയും അറിഞ്ഞോ അറിയാതെയോ തകർത്തുകളയും. അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിന് ഭാരമായി തോന്നുന്ന വൈകാരിക ബാധ്യതകൾ ഇനിയെങ്കിലും ഇറക്കിവെക്കുക. മറ്റുള്ളവരുടെ പ്രതീക്ഷകളും കുറ്റബോധവും ചുമന്നു നടക്കുന്നത് നിങ്ങളെ തളർത്തുകയേയുള്ളൂ. സാഹചര്യങ്ങൾ അനുകൂലമാകാൻ കാത്തുനിൽക്കരുത്. എല്ലാം പൂർണ്ണമാകട്ടെ എന്ന് കരുതിയിരിക്കുന്നത് ഒരു തരം മടിയാണ്. ഓരോ ദിവസവും വൈകുന്തോറും നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം കുറയുകയാണ് ചെയ്യുന്നത്. അനാവശ്യ ചിന്തകളെ ഉപേക്ഷിക്കൂ. കാരണം യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ നമ്മൾ പേടിക്കുന്നത് നമ്മുടെ സങ്കല്പങ്ങളെയാണ്. നിങ്ങളെ തളച്ചിടുന്ന പഴയ ലേബലുകളെ ഉപേക്ഷിക്കാൻ ധൈര്യം കാണിക്കണം. പഴയത് മായുമ്പോഴല്ലേ പുതിയത് ജനിക്കുന്നത്? ജീവിതം നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല എന്ന വേവലാതിയേക്കാൾ അത് അതിന്റെ വഴിയെ ഒഴുകാൻ അനുവദിക്കുന്നതാണ് സമാധാനത്തിലേക്കുള്ള എളുപ്പവഴി. ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ സങ്കടങ്ങളെ വല്ലാതെ സ്നേഹിക്കാറുണ്ട്. കാരണം അവ അത്രമേൽ പരിചിതമാണല്ലോ. എന്നാൽ ആ വേദനകളെ ചേർത്തുപിടിക്കുന്നത് അവസാനിപ്പിച്ച് വലിയൊരു മാറ്റത്തിന് തയ്യാറാവുക. വെറുതെ ശ്വസിക്കുന്നതും യഥാർത്ഥത്തിൽ ജീവിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലക്ഷ്യബോധമില്ലാതെ ഓരോ ദിവസവും ആവർത്തിക്കുന്നത് യന്ത്രത്തെപ്പോലെയാണ്. ബോധപൂർവം ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് യഥാർത്ഥ നിറമുണ്ടാകുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുക. മറ്റൊരാളുടെ മോഹങ്ങൾ സ്വന്തമാക്കാൻ ഓടുന്നത് ഒടുവിൽ ശൂന്യത മാത്രമേ നൽകൂ. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കൊരു അഭയമായിരിക്കണം. അവിടെ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾക്കൊരിക്കലും തോന്നരുത്. സമാധാനമെന്നത് ദൂരെ എവിടെയോ തേടിപ്പോകേണ്ട ഒന്നല്ല. അത് നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ സത്യവും തമ്മിലുള്ള ലയമാണ്. നിങ്ങളുടെ ഉള്ളിലെ നിശബ്ദതയ്ക്ക് നിങ്ങളുടെ ഭയത്തേക്കാൾ കരുത്തുള്ള നിമിഷങ്ങൾ വരാനിരിക്കുന്നു. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു തിരിച്ചറിവ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഉണരാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. തിരക്കുകൾക്കും പ്രതീക്ഷകൾക്കുമിടയിൽ നിങ്ങൾക്കായി മാറ്റിവെച്ച, നിങ്ങൾ ഇതുവരെ ജീവിക്കാത്ത ഒരു മനോഹര ജീവിതം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. തിടുക്കം വേണ്ട. ഒന്നും പൂർണ്ണമാകാനും കാത്തുനിൽക്കണ്ട. വെറുതെ നിങ്ങളിലേക്കൊന്ന് മടങ്ങി വന്നാൽ മതി. ഉള്ളിലെ ആ വിളക്ക് തെളിയുമ്പോൾ എത്ര ഇരുട്ടുള്ള പാതയും വെളിച്ചമുള്ളതായി മാറും. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്കൊരു ചെറിയ പ്രതിജ്ഞയെടുക്കാം. ഇനി ഞാൻ എന്നെ തന്നെ ചതിക്കില്ല. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി എന്റെ സത്യത്തെ ബലികൊടുക്കില്ല. ഈ നിമിഷം മുതൽ നിങ്ങളിലേക്കുള്ള ആ പ്രിയപ്പെട്ട യാത്ര തുടങ്ങൂ. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ സ്പർശിച്ചുവെങ്കിൽ ഇത് പ്രിയപ്പെട്ടവരിലേക്കും പങ്കുവയ്ക്കുക. സമാധാനപൂർണമായ ജീവിതത്തെക്കുറിച്ചുള്ള ഇത്തരം ബുദ്ധചിന്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുമല്ലോ.